ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഇതിന്റെ മസാലയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു നോമ്പ് ടൈമിലാണെങ്കിലും അല്ലാത്തപ്പോഴും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം അതിന്റെ അരികു ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. അതുപോലെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ സ്പൂണാണ്, ഒരുപാട് എരിവ് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 1-2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. അല്ലാതെ ഉടച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഈ ഒരു കിഴങ്ങിലും കൂടെ ഈ ഒരു മസാലയുടെ ആ ഒരു എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടട്ടെ, അതിനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ നമുക്ക് 1 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മസാലയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നന്നായി ഒന്ന് അമർത്തി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം മാറ്റി വെക്കാം. ആ ഭാഗം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് പൊടിച്ചെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വീണ്ടും ഒരു ബ്രെഡ് എടുക്കുക. ഇതുപോലെ അടപ്പ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് എത്ര പലഹാരമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി മൈദ എടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതിന്റെ പരുവം കുറച്ച് കട്ടിയാണ്, കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം. അതിനായിട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് പരുവം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ അളവിൽ ഇതുപോലെ ആ ഒരു കൂട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ മൈദയിലൊന്ന് മുക്കിയെടുക്കണം. ഇതിന്റെ അരികു ഭാഗവും അതുപോലെ നടുഭാഗവും ഒക്കെ മുങ്ങി വരുന്ന രീതിയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. ഇങ്ങനെ നമുക്ക് ഈ ഒരു പലഹാരം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ലൊരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇപ്പോൾ ദാ ഒരു കട്ട് ചെയ്ത ബ്രെഡും കൂടെ എടുത്ത് അതിലേക്ക് ഈ ഒരു ഫില്ലിങ്സ് മസാല വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന്റെ പുറത്ത് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് മൈദമാവിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു ബ്രെഡ് പൊടിയിലേക്കും കൂടെ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന്റെ പുറം ഭാഗം കുറച്ച് നല്ല ക്രിസ്പിയും അതുപോലെ അകം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കും. ഇപ്പോൾ ഇതാ തിരിച്ച് മറിച്ചൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇത്. ഇത്രയും ഫ്രൈ ചെയ്തിട്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അത്രയും എണ്ണ തന്നെ വീണ്ടും ഇതിലുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഞാനിതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.